നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ? അതായത് ഉണ്ണായി വാര്യരുടെ പ്രസിദ്ധമായ ആട്ടക്കഥയാണ് ഇതെന്ന് പറയുന്നത് നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതിയാണെന്ന് സാഹിത്യ നിരൂപകർ വിലയിരുത്തുന്നു. മഹാഭാരതം വനപർവ്വത്തിൽ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായങ്ങളിലായി ചിത്രീകരിക്കപ്പെട്ട നളോപാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയാണ് നളചരിതം ആട്ടക്കഥ രചിക്കപ്പെട്ടത്. വനവാസകാലത്ത് കഷ്ടപ്പെടുന്ന പാണ്ഡവർക്ക് ബൃഹദേശ്വൻ എന്ന മുനി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് എന്തെന്ന് പറയുന്ന കഥ, നളോപാഖ്യാനം എന്ന് പറയുന്ന കഥ. നളചരിതം ആട്ടക്കഥ 4 ദിവസം കൊണ്ട് ആടിത്തീർക്കാവുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ പ്രമേയം എന്താണെന്ന് നോക്കൂ. വിദർഭയിലെ, അതായത് ഈ ഒരു പാഠസന്ദർഭം എന്താണെന്ന് നോക്കാം. രാജാവായ ഭീമൻ്റെ പുത്രിയാണ് ദമയന്തി. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ് നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. ഇനി ഇതിൽ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. നിരവലംബം മമ കുടുംബവുമിനി. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത്? അതിരിട്ട കുടുംബസ്നേഹം, നിസ്വാർത്ഥത, അതുപോലെ രാജാവിനോട് പോലും സത്യം തുറന്നു പറയാനുള്ള ധീരതയുണ്ടല്ലേ. അതുപോലെ രാജാവിൻ്റെ ധനത്തോടുള്ള കൊതിയെ പരിഹസിക്കാനുള്ള ധൈര്യം, രാജാവ് ചെയ്യുന്നത് പാവമാണെന്ന് തുറന്നു പറയാനുള്ള കരുത്ത്, ഇങ്ങനെയുള്ള ഹിൻറ്റുകൾ ഉൾപ്പെടുത്തി അതെഴുതുക. നിന്നും ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അതായത് കൂടുതലും ഹംസം അല്ലെങ്കിൽ നളൻ ഇവരെ പറ്റിയായിരിക്കും എന്ത് ചെയ്യുക, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ചോദിക്കുക. അപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. അതായത് ഫസ്റ്റ്, കഥാപാത്രത്തിൻ്റെ സ്ഥാനവും പ്രാധാന്യവും വ്യക്തമാക്കണം. കഥാപാത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ വിശദമാക്കണം. കഥാപാത്രങ്ങളുടെ സൂചിപ്പിക്കണം. മാനസികാവസ്ഥ, ആന്തരിക സംഘർഷങ്ങൾ എന്നിവ അതിലെന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. കഥാപാത്രങ്ങളുടെ ജീവിത കാഴ്ചപ്പാട് വിശകലനം ചെയ്യണം. കഥാസന്ദർഭങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് യുക്തിപൂർവം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കണം. ആശയവ്യക്തതയോടെ അവതരിപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. നളൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ചോദിച്ചാൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അതായത് നളൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണുള്ളത്? സ്നേഹസമ്പന്നൻ, സൗമ്യശീലൻ, സൗന്ദര്യ ആസ്വാദകൻ, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവൻ, വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നവൻ, കാരുണ്യവാൻ എന്നീ ഗുണങ്ങളാണെന്ത് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും എന്നിട്ട് കഥാസന്ദർഭങ്ങളിൽ എപ്രകാരമാണ് അദ്ദേഹം ഇടപെടുന്നത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. അതായത് കഥാസന്ദർഭങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് യുക്തിപൂർവ്വം എന്ത് ചെയ്യണം, നിരീക്ഷണങ്ങൾ അവിടെ നിങ്ങൾ അവതരിപ്പിക്കുക. ടീച്ചർ പിന്നീട് പറഞ്ഞ ബാക്കി പോയിൻറ്റ്സ് കൂടി എന്ത് ചെയ്യുക, ഇതിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു ചോദ്യം, ദ്രോഹമിതു പൊഴുത മരഗഗ വര ഗുണനിധേ ഖേദമരുതുരുതേ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛനി. ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ, ഇത് കാവ്യഭാഗത്തിൻ്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക എന്നാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യം. അതായത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തേക്കാം, പ്രതീക്ഷിച്ചേക്കാം. ചില അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് ത,
ഛ, ഗ എന്നീ അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നത് കവിതയുടെ ആലാപന ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. കവിതയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്രകാരമുള്ള പ്രയോഗങ്ങളും അതുപോലെ അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അതായത് ശബ്ദഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ശബ്ദഭംഗി വർദ്ധിപ്പിക്കാൻ അക്ഷരങ്ങളുടെ ആവർത്തനം എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ചില കവിതകളിൽ ചിലപ്പോൾ പ്രാസഭംഗി കാണാൻ പറ്റും അല്ലേ. അതായത് ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, തൃതീയാക്ഷരപ്രാസം, അങ്ങനെ. അതായത് ആദ്യ വരികളിൽ ആദ്യ അക്ഷരം ആവർത്തിച്ച് വന്നാൽ എന്താണ്, ആദ്യാക്ഷരപ്രാസം അല്ലേ. രണ്ടാമത്തെ അക്ഷരമാണ് ആവർത്തിച്ച് വരുന്നതെങ്കിൽ എന്താണ്, ദ്വിതീയാക്ഷരപ്രാസം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ടെന്നല്ലേ. അങ്ങനെയുള്ള വരികൾ നോക്കൂ. ഇത് നോക്കിയേ. ദ്രോഹമിതു പൊഴുത മഗ്രഗ ഗവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ഛനി. ഇതിലും എന്ത് ചെയ്യാം, ത, ച, ഗ, ഘ അങ്ങനെയുള്ള വാക്കുകൾ, അക്ഷരങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. രുചി ജനകം എൻ്റെ ചിറകും മണികനകം ഇത് കൊണ്ടാകാ നിധാനികൻ എന്ന ഭാഗത്ത് ക എന്ന അക്ഷരമാണ് ആവർത്തിക്കുന്നത്. ഈ ആവർത്തനം കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നത് കാണാം. ശബ്ദഭംഗിയും അർത്ഥഭംഗിയും ഇണങ്ങി നിൽക്കുന്ന വരികളാണിത്. രുചി ജനകം, മണികനകം എന്നിങ്ങനെ ഒരേ താളത്തിലുള്ള വാക്കുകളും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ചെറുതും പിയെ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ എന്ന് പറയുന്ന ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക എന്നതാണ് ചോദ്യം. ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് ഹംസത്തിൻ്റെ സ്വഭാവം നമ്മളവിടെ ആദ്യം എഴുതുക. എന്താണ്, രൂപഭംഗി മാത്രമല്ല സ്വഭാവ ഗുണമുള്ള കഥാപാത്രമാണ് എന്ത്, ഹംസം. വിവേകപൂർണമാണ് ഹംസം സംസാരിക്കുന്നത് അല്ലേ. ചെറിയ തെറ്റുപോലും ചെയ്യാതെ തന്നെ കൊന്നാൽ രാജാവായ അങ്ങേക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരുമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഹംസം ഓർമ്മിപ്പിക്കുന്നത്. ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യം ഇവിടെ ഓർക്കാം. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്ക് എന്താണ്, ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളും ഇവിടെ എന്താണ്, പ്രസക്തമാണ്. സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാകണം. കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിന് കാരണമാകും എന്നീ ജീവിത മൂല്യങ്ങൾ ഹംസം എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ പകർന്നു നൽകുകയാണ് ആര്, ഉണ്ണായി വാര്യർ. അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ്, ഹംസത്തിൻ്റെ സ്വഭാവം നമ്മൾ അവിടെ ഉൾപ്പെടുത്തുക. എന്താണ് ഹംസത്തിൻ്റെ പെരുമാറ്റം എന്ന കാര്യമാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. ഒപ്പം നമ്മൾ അഡീഷണലായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെയോ അതുപോലെയുള്ള മറ്റ് വചനങ്ങൾ ഉൾപ്പെടുത്തി അതെന്ത് ചെയ്യണം, വിശദമാക്കണം.